നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നൊരു കാര്യം, കുറേയേറെ ആളുകൾ എന്നോട് ഈ കാര്യം ഒന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യത്തെപ്പറ്റി അന്വേഷിച്ചപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരുന്നത്. നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ മുതലാളിയുടെ, എന്ന് വെച്ചാൽ ഒരു അനാഥാലയ മുതലാളി എന്ന് ഞാൻ പറയത്തുള്ളൂ, ഒരു അനാഥാലയ മുതലാളിയുടെ സ്ഥാപനത്തിൽ 10 വർഷക്കാലമായി എത്ര ആളുകൾ അവിടെ മരണപ്പെട്ടു എന്നുള്ളതായിരുന്നു പലരുടെയും ഒരു ചോദ്യം. കാരണം പല സംശയങ്ങളുണ്ട്. കേരളത്തിലുള്ള പല അനാഥാലയങ്ങൾ നടത്തിപ്പുകാരിൽ നിന്നും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലേക്ക് പഠന സഹായത്തിന് വേണ്ടി ഡെഡ് ബോഡികൾ വിൽപ്പന നടത്തുന്നു എന്ന് ഒരു വളരെ ദയനീയമായതും വളരെ ക്രൂരമായതുമായ ഒരു സംഭവം കേരളത്തിൽ നടന്നുകൊണ്ടിരിപ്പുണ്ട്. അതിൻ്റെ അന്വേഷണത്തിൽ ആണിപ്പോൾ. ഇപ്പോൾ നമ്മൾക്ക് ഒരു വലിയ മുതലാളിയുടെ സ്ഥാപനത്തിൽ എത്ര മരണം നടന്നിട്ടുണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അതിലെനിക്ക് കിട്ടിയ മറുപടിയാണിത്. കാണാമെന്ന് വിശ്വസിക്കുന്നു. പത്തനാപുരം പഞ്ചായത്തിൽ നിന്നാണ് എനിക്ക് വന്നിരിക്കുന്നത്. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് 94 പേര് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ 1394 പേരെയും അടക്കം ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 10,000 ഗ്രാമപഞ്ചായത്തിൽ പൊതു ശ്മശാനമില്ല എന്ന് എനിക്ക് മറുപടി ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൊല്ലം ജില്ലാ ഓഫീസിൽ, സാമൂഹ്യനീതിയുടെ ജില്ലാ ഓഫീസിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ മരണപ്പെടുന്ന ആളുകളുടെ മൃതദേഹങ്ങൾ, എല്ലാ മൃതദേഹങ്ങളും, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, എല്ലാ മൃതദേഹങ്ങളും മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ബന്ധുക്കൾ വന്ന് കൂട്ടിക്കൊണ്ടു പോകും. മരിക്കുന്നതിന് മുമ്പ് അവിടെ കൊണ്ടാക്കുമ്പോൾ ആരുമില്ലാത്തവരെയൊക്കെയാണ് ഏറ്റെടുക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരെയും ഏറ്റെടുത്തുകൊണ്ട് പോകാൻ ആളുകൾ വരും. അങ്ങനെ എല്ലാ രേഖകളും അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ആ മുതലാളി പറയുന്നത് 1500ഓളം പേരാണ് അവിടെ പാർക്കുന്നത്. ഇന്നല്ല, 10 വർഷം മുമ്പ് തൊട്ട് പറയുന്നതാണ് ആ മുതലാളി പറഞ്ഞു നടക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ പറഞ്ഞു നടക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ പിരിവുകാർ പറഞ്ഞു നടക്കുന്നത് 1500ഓളം അന്തേവാസികളുള്ള സ്ഥാപനമെന്നാണ് പറയുന്നത്. അപ്പോൾ 1500ഓളം അന്തേവാസികൾ താമസിക്കുന്ന സ്ഥാപനത്തിൽ അത് ഒരു ആതുരാലയമാണ്, ഓൾഡ് ഏജ് ഹോമാണ്, മെൻ്റൽ പേഷ്യൻ്റുള്ളവരെ നോക്കുന്ന സ്ഥാപനമുണ്ട്. അതെല്ലാം അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ തെരുവിൽ അലഞ്ഞു കിടക്കുന്നവരെ നോക്കുന്നു, അങ്ങനെയുള്ളവരെ നോക്കുന്നുണ്ട്. അപ്പോൾ ബന്ധുക്കളില്ലാത്ത മൃതദേഹം അവിടെ വരുവാൻ സാധ്യതയില്ല. എല്ലാവരും ബന്ധുക്കൾ കൂട്ടിക്കൊണ്ട് മൃതദേഹം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ മൃതദേഹം എവിടെയാണ് അടക്കം ചെയ്യുന്നതെന്ന് അന്വേഷിച്ചു. അതിൻ്റെ അന്വേഷണത്തിൽ എനിക്ക് ലഭിച്ചത് പുനലൂർ നഗരസഭയിലാണ്. ഗാന്ധിഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റിൻ്റെ സ്ഥാപനത്തിൽ ഉള്ള അന്തേവാസികൾ മരണപ്പെട്ടാൽ അടക്കം ചെയ്യുന്നത് പൊതുശ്മശാനത്തിലാണ്. അത് പുനലൂർ നഗരസഭയിലാണ് അടക്കുന്നതെന്ന് എനിക്ക് വിവരം ലഭിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ ഞാൻ വിവരം അന്വേഷിച്ചു. അവിടെ അന്വേഷിച്ച വിവരത്തിൽ ആദ്യം ഞാൻ വിവരാശ അപേക്ഷ കൊടുക്കുമ്പോൾ അവർക്ക് യാതൊരു വിവരം അറിയാത്ത രീതിയിലാണ് എനിക്ക് മറുപടി തന്നത്. പുനലൂർ നഗരസഭയിൽ ഗാന്ധിഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റിൻ്റെ അധീനതയിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ശരിയാണ്, അത് പത്തനാപുരം പഞ്ചായത്തിലാണ്. പുനലൂർ നഗരസഭയിൽ ഗാന്ധിഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റിൻ്റെ അധീനതയിൽ ശ്മശാനം ഇല്ല. അത് മനസ്സിലാക്കുന്നു. ഉണ്ട്, പേര് വിവരങ്ങൾ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ലാത്തതാണ്. എന്ന് വെച്ചാൽ ഗാന്ധിഭവൻ എന്ന സ്ഥാപനത്തിൽ പാർപ്പിച്ചിരിക്കുന്നവർ മരണപ്പെട്ടാൽ ഈ പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ അവരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് തന്ന മറുപടി അവിടെ അടക്കം ചെയ്തിട്ടുണ്ട്, പക്ഷേ പേര് വിവരം ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നാണ്. അതുപോലെ പുനലൂർ നഗരസഭ 22-ാം വാർഡിൽ നഗരസഭാ പൊതുശ്മശാനം ഉണ്ട് എന്നും എനിക്ക് ആ കാര്യങ്ങളൊക്കെ മറുപടി ലഭിച്ചു. അപ്പോൾ ഇവരുടെ ഉരുണ്ടുകളി മനസ്സിലാക്കിയ ഇവർ ഈ കൊല്ലം ജില്ലയിൽ നമ്മൾ സാധാരണ ഏതൊരു ഗവൺമെൻറ് ഓഫീസുകളിലും ഗാന്ധിഭവൻ്റെ പേര് കൊടുത്ത് വിവരാശം വെച്ചാൽ ഉടനെ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ നന്ദിയില്ലാത്തവർ, അങ്ങനെ വേണം പറയാം. കാരണം ഒരു ഉദ്യോഗസ്ഥരിരിക്കുന്ന ആളുകൾ അവർക്കൊരു വിവരാവകാശം ഒരു പൗരൻ കൊടുക്കുമ്പോൾ അത് ആരുടെ വിവരമാണ് അറിയേണ്ടത് എന്നുള്ളത് അവരെ വിളിച്ചങ്ങ് പറയും. അപ്പോൾ അത്രയ്ക്ക് പിടിപാടുള്ള ഒരു മുതലാളിയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ മുതലാളി എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവർ പറയുന്ന അനുസരിച്ചാണ് ഈ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ കൊടുക്കുന്നത്. അത് തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഗവൺമെൻറ്റിലാണ് അന്വേഷിക്കുന്നത് വിവരം ആ ഓഫീസിൽ, ഏത് ഓഫീസിലാണോ നമ്മൾ അന്വേഷിക്കുന്നത് ആ ഓഫീസിലുള്ള വിവരമാണ് നമ്മൾ ചോദിക്കുന്നത്. അത് വിവരം ഉണ്ടെങ്കിൽ മാത്രമേ അവർ തന്നാൽ മതി. അപ്പോൾ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നത് ക്രോഡീകരിച്ച് സൂക്ഷിക്കാൻ വേണ്ടിയല്ലേ, ക്രോഡീകരിച്ച് തരാൻ വേണ്ടിയല്ലേ 30 ദിവസം വരുന്നത് അപേക്ഷ വെച്ചതിന് ശേഷമേ. അപ്പോൾ ഞാനതിന് അപ്പീൽ വെച്ചു. ക്രോഡീകരിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടില്ല എങ്കിലും നമ്മളങ്ങനെ വിടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് അപ്പീൽ വെച്ചു. അപ്പോൾ എനിക്ക് മറുപടി ലഭിച്ചത്
എൻ്റെ ചോദ്യം ഇതായിരുന്നു, ഈ നഗരസഭയിൽ ലഭ്യമാകാത്ത വിവരങ്ങളുണ്ടെങ്കിൽ അവ ബന്ധപ്പെട്ട ഓഫീസുകളിലേക്ക് സെക്ഷൻ 6(3) പ്രകാരം കൈമാറാൻ ഉത്തരവിടണം. അതായിരുന്നു അപ്പീലിൻ്റെ ആവശ്യം. ഒന്ന്. രണ്ട്, 6 നമ്പർ ചോദ്യം 6 അല്ലെങ്കിൽ എൻ്റെ അപേക്ഷയിലുള്ള ഗവൺമെൻറ് ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ പേര് വിവരങ്ങളും മറ്റും ലഭ്യമാക്കി തരുവാൻ ഉത്തരവിടണം. നമ്മുടെ ഒരു വിവരാവകാശ അപേക്ഷ അയക്കുമ്പോൾ ആ അപേക്ഷയുടെ മറുപടി ആ ഓഫീസിലില്ല എങ്കിൽ അതിനകത്ത് നമ്മൾ അപേക്ഷകൻ വയ്ക്കണം വകുപ്പ് 6(3) പ്രകാരം താങ്കളുടെ ഓഫീസിലില്ല എങ്കിൽ വേറെ ഏത് ഓഫീസിലാണ് അത് ലഭിക്കുന്നതെന്നനുസരിച്ച് ആ ഓഫീസിലേക്ക് അത് കൈമാറണം. 5 ദിവസത്തിനുള്ളിലായിട്ട് അത് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം ഈ അപേക്ഷകനെ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ ഈ അപേക്ഷ വെച്ചതിന് എനിക്ക് ഒരു മറുപടി ലഭിച്ചത് കാര്യം പറയുവാൻ വേണ്ടിയാണ് ഞാനിവിടെ പറയുവാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ പുനലൂർ നഗരസഭയിൽ നിന്ന് എനിക്ക് 23/3/2026 മറുപടി ലഭിച്ചു. അവിടെ രേഖയും കൊണ്ടൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ സീലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. ഇത് 1, 2, 3, 4, 9 നമ്പർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പരിശോധിച്ചു വന്നപ്പോൾ നമുക്ക് ആ നഗരസഭയിൽ അടക്കം ചെയ്തിട്ടുള്ളവരുടെ ആകെ എണ്ണം 103 കാണാൻ വിചാരിക്കുന്നു. 103 ആളുകളാണ്, 103 ആളുകളുടെ മൃതദേഹങ്ങളാണ് ആ പൊതുശ്മശാനത്തിൽ അടക്കം ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് വിവരാവകാശ മറുപടിയിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ആദ്യം പറഞ്ഞ കാര്യം എന്തായിരുന്നു? ആ സ്ഥാപനത്തിൽ അവിടെ മരണപ്പെട്ടവരുടെ എത്ര പേർ മരണപ്പെട്ടു എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അതിനെനിക്ക് ഉത്തരം ലഭിച്ചത് ഈ 2-ാം നമ്പറിലുള്ള 1394 പേരാണ്. അപ്പോൾ പത്തനാപുരം പഞ്ചായത്തിൽ പൊതുശ്മശാനമില്ല. അതുകൊണ്ട് അവരുടെ പൊതുശ്മശാനമുള്ള അടുത്തുള്ളതായ പുനലൂർ നഗരസഭയിലെ പൊതുശ്മശാനത്തിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അവിടെ അടക്കം ചെയ്തിരിക്കുന്നവരുടെ എണ്ണമാണ് 103 മൃതദേഹങ്ങൾ. അതേപോലെ തന്നെ 1500 പേര് പത്തനാപുരം ഗാന്ധി ഭവനിൽ പാർത്തു വരുന്നു എന്ന് ഒരുപാടടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും നിങ്ങൾക്കൊക്കെയും അറിയാവുന്നതാണ്, 2026 ഈ മാസം മാർച്ച് മാസം ഏത് ദിവസമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, 11-ാം തീയതി എന്തോ ആണെന്ന് തോന്നുന്നു. 11-ാം തീയതി ആണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുമ്പോൾ അതൊന്ന് പരിശോധിച്ചാൽ മതി. ആ ദിവസം 24 ചാനൽ എന്ന് പറയുന്ന ശ്രീകണ്ഠൻ നായർ അവതരിപ്പിക്കുന്ന തമ്മിൽ എന്നൊരു പരിപാടിയിൽ നമ്മുടെ മുതലാളി പറയുന്നുണ്ട്. അത് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കേൾക്കാൻ പറ്റുന്നതാണ്. ഗാന്ധി ഭവൻ എന്ന പ്രസ്ഥാനത്തിൽ മൊത്തമായിട്ട് 2800ഓളം പേര് പാർക്കുന്നുണ്ട്. ഇത് പത്തനാപുരം ഗാന്ധി ഭവൻ മെയിൻ സെൻറ്ററിൽ 1500 പേരോളം പാർക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രേഖ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ രേഖയിലുള്ളത് 610 പേരാണ് ഗാന്ധി ഭവനിൽ 2025 വരെ പാർത്തു വന്നിരിക്കുന്നത്. അത് ഒരു ദിവസം ഒരു വർഷം പോലും, ഞാൻ 2010 മുതലുള്ള വിവരങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഒരു വർഷം പോലും എന്ന് വെച്ചാൽ 2010, 11, 15, 18, 19, 20, 25, 20, 24 ഒരു വർഷങ്ങളിൽ പോലും, വർഷത്തിലെ കണക്കാണ് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ പോലും 2025 വരെയുള്ള 610 എന്ന എണ്ണം ആളുകളുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ വന്നിട്ടില്ല. പലരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2010 മുതലാണ് ഞാൻ അന്വേഷിച്ചിരുന്നത്. 2010 മുതൽ 2025 വരെയുള്ള ഓരോ വർഷവും അവിടെ പാർത്തു വന്നിരുന്ന ആളുകളുടെ എണ്ണം ചോദിച്ചപ്പോൾ എനിക്ക് ലഭിച്ചത് അവിടെ 210, 160, 350, 420, 550, 600 അങ്ങനെ വന്ന് 610 പേര്, ലാസ്റ്റ് 610 പേര് മാത്രമാണ് അവിടെ പാർത്തു വന്നിരിക്കുന്നതായിട്ട് തെളിവുണ്ട്. ഇനി ഒരു ചെറിയ വിവരം കൂടെ അതിനോടനുബന്ധിച്ച് വരാനുണ്ട്. അത് വന്നതിന് ശേഷം അവിടുത്തെ എനിക്ക് ലഭിച്ച അവിടെ 610 പേരേ ഉള്ളൂ എന്നുള്ളതിൻ്റെ കൃത്യമായ, ഇപ്പോൾ ഞാൻ വിവരാവകാശത്തിൻ്റെ മറുപടി കാണിച്ചതുപോലെ ആ മറുപടിയോട് വന്നതിന് ശേഷം അവിടെ എത്ര പേർ പാർക്കുന്നു എന്നുള്ളതിൻ്റെ വിവരം ഞാൻ പൊതുജനങ്ങൾക്ക് വേണ്ടി നൽകുന്നതായിരിക്കും. എന്തിനാണ് ഈ മുതലാളിമാരുടെയൊക്കെ വിവരങ്ങൾ ഇങ്ങനെ ഇപ്പോൾ പുറത്തുവിടുന്നത് എന്ന് ചോദിച്ചാൽ കാര്യകാരണമുണ്ട്. ഞങ്ങളിൽ ചില ആളുകൾ മാത്രം ഇതിനുവേണ്ടി ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന അനാഥാലയങ്ങളുടെ പേരിൽ ഒരുപാട് നമ്മുടെ മലയാളികൾക്ക് ചേരാത്ത, മനുഷ്യർക്ക് ചേരാത്ത, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ജീവിതത്തിന് തന്നെ ചേരാത്ത ചില നിഷ്ക്രിയമായ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അത് ഒരു സംഭവം മാത്രമാണ്, 2 സംഭവമാണ് ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ പറഞ്ഞത്. ഒന്ന്, അനാഥരായിട്ടുള്ള മനുഷ്യരുടെ മൃതദേഹ കച്ചവടം. 2, ഞാൻ പറഞ്ഞത് ആളുകളില്ലാതെ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഇല്ലാതെ നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിക്കാതിരിക്കുമ്പോഴും നമ്മുടെ നികുതി പണത്തിൽ നിന്നുള്ള പണം ഗ്രാൻഡായി ആ സ്ഥാപനം കൈപ്പറ്റുന്നു. ഈ 2 കാരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. 3 കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഓഫ്ലൈൻ കൺട്രോൾ ബോർഡിൻ്റെ കള്ളവോട്ട് നടന്നു എന്നുള്ളതും, 2ാമത് ഗ്രാൻഡ് തട്ടിയെടുക്കുന്നുവെന്നും, 3ാമത് ഗാന്ധി ഭവൻ എന്ന സ്ഥാപനത്തിൽ കോന്നി എരിയറയ്ക്കലുള്ള സ്ഥാപനത്തിൽ ഡിഫൻഡ്ലി ഏബിളുള്ള ആളുകളെ പാർപ്പിക്കേണ്ട ലൈസൻസ് വെച്ചുകൊണ്ട് ഓൾഡേജ് ആയിട്ടുള്ള ആളുകളെ പാർപ്പിക്കുന്ന കള്ളത്തരം നടത്തുന്ന സ്ഥാപനം.
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഗാന്ധി ഭവൻ്റെ കാര്യം നമ്മുടെ അടുത്തുള്ള കാര്യങ്ങൾ മാത്രമാണോ പറയുന്നതല്ല, ഈ പല ഒരുപാട് സ്ഥാപനങ്ങളുടെ പേര് വിവരങ്ങൾ പുറത്ത് ഞങ്ങൾക്ക് തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അല്പം കൂടി അതിൻ്റെ ബാക്കി കാര്യങ്ങളോട് അറിഞ്ഞതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ പുറത്തുവിടാൻ പറ്റൂ. അതുകൊണ്ട് പൊതുജനങ്ങൾ സൂക്ഷിക്കുക. 1500 പേരെന്ന് പറഞ്ഞ് പിരിവെടുക്കുവാനും ജനങ്ങളെ വഞ്ചിക്കുകയാണ്, ജനങ്ങളെ ചതിക്കുകയാണ്, ജനങ്ങളുടെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രസ്ഥാനങ്ങൾ പലതും നടത്തുന്നതായിട്ട് തെളിവ് സഹിതം ലഭിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.